ഇന്നൊരാളെ കിട്ടിയിരിക്കുകയാണ് റൈഡിന്. എന്താ പേര്? എബി. ഓക്കെ. ഏതാ വണ്ടി യൂസ് ചെയ്യുന്നത്? ഇതൊരു ഫുള്ള് ഒരു നീലപ്പുലിയാണല്ലോ കളറ്. കണ്ടിട്ട് എന്താ പറയുന്നത്? ഇവിടെ പേരുണ്ട്. യെസ്, ഷേളി അല്ലേ? ഷേളി ഏതാ മോഡലാ പ്രാട്ടാ? പേസർ അല്ലേ? ഓക്കെ. ഇത് കസ്റ്റം ബിൽഡ് ബൈക്ക് അല്ലേ? ഇത് കസ്റ്റം ബിൽഡ് അല്ല, ഇത് സ്റ്റോക്ക് ബൈക്ക് ആയിരുന്നു. ഞാൻ 12 വർഷമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ ഞാൻ അതിൻ്റെ പല ഭാഗങ്ങളും മാറ്റി ഇതിപ്പം ലിറ്ററലി കസ്റ്റം ബിൽഡാണ്. കളർ തന്നെ ഒരുപാട് തവണ ചേഞ്ച് ചെയ്തു. കളർ ഒരുപാടില്ല, ടൊമാറ്റോ റെഡ് ആയിരുന്നു ഒറിജിനൽ. ഓക്കെ. പിന്നെ ഞാൻ ഈ ഒരു യുണീക്ക് കളറിലോട്ട് പോയതാണ്. ഇത് എൻഡ്യൂറൻസ് ജോമെട്രിയാണ്, റോഡ് എൻഡ്യൂറൻസ് ജോമെട്രിയാണ് ടു ബി പ്രിസൈസ്. ഇതിലെ ഗിയർ ജോമെട്രി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഗിയർ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. 105 11 സ്പീഡാണ്. ഓക്കെ. ആൻഡ് അത് ഡിസ്ക് ബ്രേക്ക് അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് വെയിറ്റ് ഒക്കെ കുറച്ച് കുറയൂല്ലേ? വെയിറ്റൊക്കെ കുറയും. പക്കാ റോഡ് ബൈക്കാണിത്. പക്ഷേ എൻഡ്യൂറൻസ് ജോമെട്രിയാണ്. ഇതിൻ്റെ ഫ്രെയിം ക്രോമോളി ഫ്രെയിമാണ്. ഷേളിയുടെ എല്ലാ ഫ്രെയിമും ക്രോമോളിയാണ്. അതൊരു സ്റ്റീൽ ഫ്രെയിമാണ്. സ്റ്റീൽ ക്രോമോളി ഫ്രെയിമാണ്. പിന്നെ മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ മഡ് എല്ലാം ചെയ്യും. ഇത് റോഡ് ബൈക്ക് ആണെങ്കിലും 300 ടയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രെയിമാണ് ഇത്. അതാണ് ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത. പക്ക റോഡ് ബൈക്കിൻ്റെ ജോമെട്രി ആണെങ്കിലും 32 വരെ വലുപ്പമുള്ള ടയർ സപ്പോർട്ട് ചെയ്യും. ആ 32 ടയർ ഇടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫെൻഡർ ഫിറ്റ് ചെയ്യാം. ഫെൻഡർ ഉള്ള റോഡ് ബൈക്കുകൾ നിങ്ങൾ കാണുന്ന വളരെ റെയറായിരിക്കും. അതെ. പിന്നെ പെഡലൊക്കെ വന്നിരിക്കുന്നത് പെഡലും പേഴ്സണലൈസ് ചെയ്താണ്. ഇത് MKSന്റെ ഒരു പെഡലാണ്. എത്രയായി ഇപ്പോൾ റൈഡ് ചെയ്യുന്നത് ഏകദേശം? ഞാൻ ഇത് 12 വർഷമായി റൈഡ് ചെയ്യുന്നത്. എൻ്റെ ലോങ് BRMകൾ മുഴുവൻ ഞാൻ 3 600 BRMും 400 BRMസും എല്ലാം തന്നെ SR ആയതും എല്ലാം ഈ ബൈക്കിലാണ്. അതുകൊണ്ട് ഈ ബൈക്ക് എനിക്ക് കളയാൻ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. ഓക്കെ. ഇത് കൂടാതെ വേറെ ബൈക്ക് യൂസ് ചെയ്യുന്നു? ഇത് കൂടാതെ എനിക്കൊരു ഗ്രാവൽ ബൈക്ക് ഉണ്ട്, എനിക്കൊരു ടൂറിംഗ് ബൈക്ക് ഉണ്ട്, ഞാൻ ഉണ്ട്. അതെല്ലാം കൂടാതെ എനിക്കൊരു സിംഗിൾ സ്പീഡ് ഷേളി ബൈക്ക് ഉണ്ട്. ഇത് 3ഉം ഷേളിയുടെ ബൈക്കുകളാണ്. ഷേളി ഫാമിലി ആണെന്ന് പറയാം. ഞാനൊരു ഷേളി ലവറാണ്. ഹബ്ബ് ഏതാ വരുന്നത്? ഹബ്ബ് ജാപ്പനീസ് ഹബ്ബാണ്, സുസൂയി ആണ്. ഇത് സുസൂയി. നമ്മൾ മൊത്തം ബിൽഡ് ചെയ്യാൻ എത്ര ആയിട്ടുണ്ടാവും? ആദ്യം സ്റ്റോക്ക് ബൈക്ക് മേടിക്കുമ്പം അന്ന് 105ൻ്റെ 10 സ്പീഡ് ഗ്രൂപ്പ് സെറ്റായിരുന്നു. അതിന് എല്ലാം കൂടെ അവർ റീറ്റെയിൽ പ്രൈസ് അന്ന് എന്നെ ചാർജ് ചെയ്തത് 1,17,000 രൂപയായിരുന്നു. പക്ഷേ പിന്നീട് ഇത് കംപ്ലീറ്റ് റീഡു ചെയ്തപ്പം എനിക്കൊരു നല്ല സംഖ്യയായി. ആ കാര്യം 105ൻ്റെ 11 സ്പീഡിലോട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് തന്നെ എനിക്ക് നിയർലി 60,000 രൂപയായി. പിന്നെ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹബ്ബ്, ഞാൻ ഫ്രണ്ടിലത്തെ ഹബ്ബ് സുസൂയിയും പുറകിലത്തെ ഹബ്ബ് ബൈറ്റെക്സുമാണ്. നല്ല വിലയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത. സുസൂയി ഹബ്ബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറയുന്നതിനെക്കാട്ടി നമ്മളൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇതാ ഇത് നോക്കിക്കേ. നമ്മളിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കിയതേ ഉള്ളൂ. ഇത് എത്ര നേരം കറങ്ങി നിൽക്കും എന്ന് പറയാൻ നമുക്ക് കണ്ടില്ലേ? ഇത് ഇങ്ങനെ കറങ്ങി നിൽക്കുക, ഇത് നിൽക്കൂല. അടിപൊളി കണ്ടോ? അത്രയും സ്മൂത്ത് ആയിരിക്കും അല്ലേ? ഇത് അത്രയും സ്മൂത്താണ്. ഇത് ഞാൻ പറയും, നമ്മളിങ്ങനെ എത്രയോ സമയം 5 മിനിറ്റ് ഇങ്ങനെ കറങ്ങും. ഇത് ഒറ്റ ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്താൽ അത്ര സ്മൂത്താണ് സുസൂയി ഹബ്ബ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സുസൂയി ഹബ്ബിന് അത്ര വില. ജപ്പാനാണ് ജാപ്പനീസ് ഹബ്ബുകളാണ് അവർ ജപ്പാനിലെ റേസിംഗ് സൈക്കിളുകൾക്ക് ഹബ്ബ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് സുസൂയി. അപ്പം
ഇതൊക്കെയാണ് എൻ്റെ സൈക്കിളിൽ വന്നേക്കുന്ന ചില വ്യത്യാസങ്ങളും. റീബിൽഡ് ചെയ്തപ്പം ഞാൻ ഇൻകോപ്പറേറ്റ് ചെയ്ത കുറച്ച് ക്വാളിറ്റി സാധനങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്ത. ഒഫ്കോഴ്സ് പുറകിൽ ബൈറ്റെക്സ് ആണ്. ബൈറ്റെക്സും നല്ല നിലവാരമുള്ള ഹബ്ബാണ്. നമ്മളിപ്പം വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? വണ്ടി വാങ്ങിച്ചിട്ട് 12 വർഷമായി. പിന്നെ ഈ ഒരു സ്പെക്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം നല്ല പൈസ 2 ലക്ഷം രൂപയാവും. പിന്നെ വേറെ ഒരു ചെറിയ വ്യത്യാസം ഞാൻ ചെയ്തത്, എൻ്റെ പുറകിലത്തെ റിമ്മ് ഓഫ് സെൻറ്റേർഡ് റിമ്മാണ്. അതായത് ഒരു സൈഡ് കൂടുതൽ ചെരിവായിട്ടും ഈ സൈഡിൽ ചെരിവ് കുറവുമാണ്. ഈ ഓഫ് സെൻറ്റേർഡ് റിംസിൽ നമ്മൾ വീല് ബിൽഡ് ചെയ്താൽ വീലിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. വീല് നമ്മൾ പിന്നെ ട്യൂൺ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഞാൻ ഈ വീലുകൾ ബിൽഡ് ചെയ്തിട്ട് ലിറ്ററലി ഞാൻ ഇന്ന് വരെ ട്യൂൺ ചെയ്തിട്ടില്ല. ഞാൻ റീബിൽഡ് ചെയ്യുമ്പം ട്യൂൺ ചെയ്ത വീലുകൾ. അപ്പം ഓഫ് സെൻറ്റേർഡ് റിമ്മാണ് ഏറ്റവും നല്ലത്. കിട്ടുകയാണെങ്കിൽ റോഡ് സൈക്കിൾസിന് ഓഫ് സെൻറ്റേർഡ് റിം ഇട്ടിട്ട് അതിന് വളരെയധികം സാങ്കേതിക കാരണങ്ങളും ഉണ്ട്. ഓഫ് സെൻറ്റേർഡ് റിമ്മ് നമ്മൾ ഈ റിമ്മിന് ഏകദേശം നല്ല റിമ്മിന് മാത്രം 8000 രൂപയുണ്ട്. കണ്ടാല് അത്ര തോന്നൂല. അതാ ഒരു റിമ്മ് പോലെ തോന്നുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ പറയും പോലെ വൺ സൈഡ് നമുക്ക് ഇവിടെ ചരിവ് കുറവാണ്. സൈഡ് ചെരിവ് കൂടുതലും ഈ സൈഡ് ചെരിവ് കുറവുമാണ്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ സ്പേസ് കണ്ടില്ലേ? ഈ സൈഡ് ചെരിവ് കൂടും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട്